പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാവാണോ താങ്കൾ? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ PhD വരെയുള്ള പ്രോഗ്രാമുകളിൽ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? അതും പോകട്ടെ, താങ്കൾ ഒരു അന്വേഷണ കുതുകിയാണോ? താങ്കൾക്ക് ഇഗ്നോയുടെ പുസ്തകം അഡ്മിഷൻ എടുത്താലും എടുത്തില്ലെങ്കിലും ഇഗ്നോയുടെ പുസ്തകങ്ങൾ കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം. പൊതുവെ ഇഗ്നോയിലെ സ്റ്റുഡൻസ് പുസ്തകം കിട്ടിയില്ല എന്ന ഓരോ മീറ്റിങ്ങിലും വെബിനാറുകളിൽ സ്ഥിരമായി പറയുന്ന ഓരോ പ്രയോഗമാണ്, സർ പുസ്തകം കിട്ടിയില്ല. പിന്നെ ഇഗ്നോയെ പറ്റി കുറെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നവരുണ്ട്, കാശിന് വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നവർ. അവരും ഇത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇഗ്നോയുടെ പുസ്തകം കിട്ടാൻ വളരെ വൈകും എന്നൊക്കെ പറഞ്ഞ് നമ്മെ താറടിച്ച് കാണിക്കാറുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ, നേരെ അതല്ല. ഇഗ്നോയുടെ പുസ്തകം നിങ്ങൾ അഡ്മിഷൻ എടുത്താലും ശരി, അഡ്മിഷൻ എടുത്തില്ലെങ്കിലും ശരി, പണം അടച്ചാലും ശരി, പണം അടച്ചില്ലെങ്കിലും ശരി, ഇഗ്നോയുടെ ബുക്കുകൾ താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. താങ്കൾ വിദേശത്തുള്ള ഒരാളായിക്കോട്ടെ, ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇരിക്കുന്ന ആളായിക്കോട്ടെ, താങ്കൾക്ക് ഇത്രയും ഭാരമുള്ള പുസ്തകം ഇങ്ങനെ കൊണ്ട് യാത്ര ചെയ്യേണ്ട കാര്യമില്ല. ഫിസിക്കൽ കോപ്പി കിട്ടുന്നതിനോടൊപ്പം തന്നെ താങ്കൾക്ക് സോഫ്റ്റ് കോപ്പിയും കിട്ടുന്നത് എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു തരാം. നിർബന്ധമായും എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണുക, എഴുതിയെടുക്കുക ഞാൻ പറയുന്ന ഓരോന്നും. BA ഫസ്റ്റ് സെമസ്റ്റർ കിട്ടി, വെരി ഗുഡ്. അത് ഇനി തുടർന്നുള്ള പുസ്തകങ്ങൾ താങ്കൾക്ക് കിട്ടും. സത്യത്തിൽ BA എന്ന് പറയുന്നതിന് ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ എന്ന് ഇപ്പോൾ അങ്ങനെ വ്യാഖ്യാനമില്ല. ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ചേർന്നിട്ടാണ് ഒന്നിച്ച് പരീക്ഷ. ഞാൻ വിചാരിക്കുന്നു താങ്കൾ ജനുവരി സെഷനിലെ സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ യെസ്, അങ്ങനെ ടൈപ്പ് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം. ജനുവരി സെഷനിലെ വിദ്യാർത്ഥിയാണ് എങ്കിൽ താങ്കൾക്ക് ആനുവൽ പ്രോഗ്രാം ഡിസംബറിലാണ് പരീക്ഷ. ഞാനിപ്പോൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഡിഗ്രിയുടെ കാര്യവും MSWയുടെ കാര്യവും MAPCയുടെ കാര്യവും MSc CFTയുടെ കാര്യവുമാണ് പറയുന്നത്. നിങ്ങൾക്ക് ജനുവരി അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് എങ്കിൽ ഡിസംബറിലാണ് പരീക്ഷ. ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത ആളാണ് എങ്കിൽ അടുത്ത ജൂണിലാണ് പരീക്ഷ. ജൂൺ 2024 പരീക്ഷ. ഇപ്പോൾ ജനുവരിയിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ പരീക്ഷയ്ക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ പുസ്തകം ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ താങ്കളുമായി പങ്കുവെക്കുന്നത്. എഴുതിയെടുത്തോളൂ, വളരെ സിമ്പിളാണ്. ഇഗ്നോയുടെ ഹോം പേജിലേക്ക് പോവുക. www.igno. ഇപ്പൊ തന്നെ നേരിട്ട് പോകരുത്, നിങ്ങൾ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തടസ്സപ്പെടും. നിങ്ങൾ ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരുന്നിട്ട് അതനുസരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, താങ്കൾ എഴുതിക്കൊണ്ടേയിരിക്കും. മറ്റൊരു സന്ദർഭത്തിൽ താങ്കൾ അത് പരിശോധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇഗ്നോയുടെ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലെല്ലാം ചെയ്യുന്ന നമ്മുടെ സ്വന്തം കോളേജുകളാണ് കേട്ടോ, ഒരു ചെറിയ തരികിട പരിപാടിയുണ്ട് റിസൾട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ ഇഗ്നോ ചെയ്യില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സ്വകാര്യമായിട്ട് കരിക്കുലം മൊത്തമുള്ള സിലബസിനെ ഇപ്പോൾ ഇത്രയേ പഠിക്കേണ്ടതുള്ളൂ എന്ന് സ്കീം ഓഫ് വർക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ തരും. എന്ന് പറഞ്ഞാൽ മൊത്തം പഠിക്കാനുള്ളതിനെ തുടക്കത്തിലെ പകുതിയാക്കിയിട്ട് ആ പകുതി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരും. അത് സത്യത്തിൽ കുട്ടികളെ വഞ്ചിക്കുന്ന പരിപാടിയാണ്. പഠനം എന്ന് പറയുന്നത് ഒരു ബാച്ചുലർ ഡിഗ്രി, ഒരു മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കാനാണ്, അല്ലാതെ വെറും പരീക്ഷയിൽ പാസ്സാകാനല്ല. അറിവ് സമ്പാദിക്കാനാണ്. അറിവ് സമ്പാദിക്കുക, അറിവ് നേടുക, ജ്ഞാനനിർമ്മാണം. ഓക്കെ, അപ്പൊ ഈ ജ്ഞാനനിർമ്മാണത്തിൽ പുസ്തകം എന്നുള്ളതിന് അതിയായ സ്ഥാനമുണ്ട്. അല്ലാതെ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ അത് പ്രയോഗിക്കുകയല്ല, മറിച്ച് വ്യത്യസ്തമായി. അപ്പൊ igno.ac.in ഹോം പേജിൽ പോയാൽ ഹോം പേജിൽ നമുക്ക് 4 പ്രധാനപ്പെട്ട കീ കാണും.
ഹോം പേജിൽ 4 മെയിൻ കീ ഉണ്ട്. അതിൽ മൂന്നാമത്തത് ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്ക് താങ്കൾ എടുക്കുക. ഈ ഗ്യാൻ ഘോഷ്, ഗ്യാൻ എന്ന് പറഞ്ഞാൽ അറിവ്, ഘോഷ് എന്ന് പറഞ്ഞാൽ ഭണ്ഡാരം അഥവാ ഭരണി അഥവാ ഭണ്ഡാരം അഥവാ നിധി, ട്രഷറി, യശ്വക്കർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈ ഇലക്ട്രോണിക്. അപ്പൊ ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കിലേക്ക് താങ്കൾ പോവുക. അതിനു മുമ്പ് താങ്കൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കി വച്ചിരിക്കണം. ഇഗ്നോയുടെ ബുക്ക് എടുക്കാൻ പോകുന്നതിന് മുമ്പ് താങ്കൾ നിർബന്ധമായി മനസ്സിലാക്കി വച്ചിരിക്കേണ്ടത് താങ്കൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത് എന്ന് ആദ്യം ഒരു നിശ്ചയം ഉണ്ടാവുമല്ലോ. ഏത് കോഴ്സാണ് പഠിക്കുന്നത് എന്ന് താങ്കൾക്ക് നിശ്ചയമായും ഒരു ധാരണയുണ്ടാവും. ആ കോഴ്സ് ഏത് സ്കൂളിലാണ് വരുന്നത് എന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. സ്കൂൾ ഏതാണ് എന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. സ്കൂളിന് പ്രാധാന്യമുണ്ട്. സ്കൂൾ കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ ഏത് സ്കൂളിൽ പഠിച്ചു വന്നു എന്നല്ല. ഇഗ്നോ പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ്. ഇതിനോടൊപ്പം ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞോട്ടെ. ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയൽ കിട്ടുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് റഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇഗ്നോയുടെ പുസ്തകം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുകയാണ് നമുക്ക് റഫറൻസ് മെറ്റീരിയൽ. ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ ഉണ്ട് എങ്കിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല ബാർകോഡ് കൂടി നമുക്ക് പാസ്സാകാം. ഇഗ്നോയുടെ പുസ്തകം സത്യത്തിൽ നല്ല വ്യാപ്തി ഉള്ളതാണ്. ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ളതാണ്. നല്ല വ്യാപ്തി ഉള്ളതാണ്. ആ വ്യാപ്തിയിലുള്ളത് എല്ലാ കണ്ടന്റുകളും വളരെ കൃത്യമായി അതിൻ്റെ അകത്ത് വിശദീകരിച്ച് തന്നിട്ടുണ്ടാവും. ഈ വിശദീകരിച്ച് തന്നിരിക്കുന്ന ഈ ഡീറ്റെയിൽ ചിലർക്ക് പല തരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുമോ. അവർ മറ്റു പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. മറ്റ് പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥരാണ്, അധ്യാപകരാണ്, വീട്ടമ്മയാണ്, അല്ലെങ്കിൽ യാത്രികനാണ്. അങ്ങനെ പല തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പഠനത്തിന് തയ്യാറാവുന്നത്. അപ്പോൾ ഇഗ്നോയുടെ പുസ്തകത്തിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റു ചില പരിപാടിയാണ് റെഫറൻസ് മെറ്റീരിയൽ. കൂടുതൽ മനസ്സിലാക്കുക. അപ്പൊ യൂട്യൂബിലൂടെ ഉള്ള ക്ലാസ്സുകൾ അത് റെഫറൻസ് ആണ്. ഫേസ്ബുക്കിലൂടെ ഉള്ള ക്ലാസുകൾ അത് റെഫറൻസ് ആണ്. വൺ ഇന്ത്യ വൺ ലൈബ്രറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സുപ്രധാനമായ 14 കോടി, വെറുതെ മുബാറക് മാഷ് ബടായി വിടുന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. 14 കോടിയോളം പുസ്തകങ്ങളുള്ള ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് വൺ ഇന്ത്യ ഡിജിറ്റൽ ലൈബ്രറി. അതും എഴുതിയെടുത്തോളൂ. അത് എവിടെ കിട്ടുമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അതും റെഫറൻസ് മെറ്റീരിയലാണ്. അതുപോലെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ വിദഗ്ധരായ അധ്യാപകർ ഒരുക്കിയെടുത്തിരിക്കുന്ന ലേബർ ഇന്ത്യ മോഡലിലുള്ള അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽ. ആ അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയലിന് 12 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇഗ്നോയുടെ ബുക്കിനെ പൂർണ്ണമായി ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണ്. അത് ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ്. ഓരോ യൂണിറ്റ് വൈസ് ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ്. ഫുൾ കോഴ്സിനെ, ഫുൾ സബ്ജക്റ്റിനെ കവർ ചെയ്ത് അതിനെ ക്ലിപ്തമാക്കുന്നു. 3ൽ 1ആയി സംഗ്രഹിച്ചിട്ടുണ്ടാകും. ഇഗ്നോയിലെ 3 ഡെഫിനിഷൻ 4 ഡെഫിനിഷൻ ഒക്കെ തരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ നമ്മുടെ മുമ്പിൽ തരും. സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നൽകും. എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇഗ്നോയുടെ പുസ്തകത്തിലെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്ന ടൈറ്റിലുകൾ ഉണ്ടാവും. അതിനനുസരിച്ച് ആ ചോദ്യവും അതിനുള്ള ഉത്തരവും, ചോദ്യം ഉത്തരം. മാത്രമല്ല 100% ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങൾക്ക് പ്രത്യേക ബോക്സ് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാകും. മാത്രമല്ല ഷോർട്ട് നോട്ട്സുകൾ, ഓരോ പാരഗ്രാഫിലും അതിന് ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് ഓരോ ചെറിയ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് താങ്കൾക്ക് തരും. മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളെല്ലാം അനാലിസിസ് നടത്തിയിട്ടുണ്ടാവും. ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിലുണ്ടായിരിക്കും. ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുലേ അതിൽ വളരെ സുന്ദരമായി പരിചയപ്പെടുത്തും. 100% സ്റ്റാൻഡേർഡും 100% പാസ് അഷുറൻസും. അതും പാസ് എന്ന് പറഞ്ഞാൽ ഇഗ്നോയിലെ ഇംപ്രൂവ്മെന്റിന് സാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ഇംപ്രൂവ്മെന്റിന് എന്ന് പറയുന്നത് തോറ്റാൽ തോറ്റു, ജയിക്കുന്നത് വരെ പരീക്ഷ എഴുതാം. ജയിച്ചാൽ ഇംപ്രൂവ്മെന്റ് വേറെ ഒരു പ്രത്യേക രീതിയിലാണ്.
അത് ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആരെങ്കിലും ഇവിടെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാനത് വിശദീകരിക്കാം. ചാറ്റ് ബോക്സിൽ ചോദ്യം വരികയാണെങ്കിൽ ഞാൻ ഇഗ്നോയിലെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളത്. ചുരുക്കത്തിൽ 50 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 51 മാർക്കോ 55 മാർക്ക് വാങ്ങാനോ ഇംപ്രൂവ്മെന്റ് ഇല്ല. 49 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് 50 മാർക്ക് വാങ്ങാൻ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുണ്ട്. 54 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് 55-ൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുണ്ട്. 59 മാർക്ക് വാങ്ങിച്ച കുട്ടി 60 മാർക്കിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാം. 75 മാർക്കിൽ കിട്ടാതെ 74 മാർക്ക് വാങ്ങിച്ച കുട്ടി 75 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യാം. അങ്ങനെയാ ഇഗ്നോയിലെ 1 മാർക്കിന് വേണ്ടി മാത്രമേ ഇംപ്രൂവ്മെന്റ് ഉള്ളൂ. അപ്പൊ തുടക്കത്തിലേ തന്നെ നല്ല മാർക്ക് വാങ്ങാൻ നമുക്ക് ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾ ഏത് സ്കൂളിലാണ് എന്ന് പരിചയപ്പെട്ടിരിക്കണം. സ്കൂളുകൾ ഇതിലെ ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പൊ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കില് നമ്മൾ കടക്കുകയാണ്. എഴുതിയെടുത്തോളൂ, ഈ ഗ്യാൻ ഘോഷ്. ആ ഗ്യാൻ ഘോഷ് എന്നുള്ളതിലെ കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്. എഴുതിയെടുത്തോളൂ, കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഗ്യാൻ ഘോഷ്. അതിലെ കൃത്യമായി SLM എന്നുള്ള ലിങ്കില് ക്ലിക്ക് ചെയ്യണം. SLM എന്ന് പറഞ്ഞാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അത് സ്വയം പഠനത്തിനുള്ള സഹായിയാണ്. അത് നിങ്ങളോട് സംസാരിക്കുകയാണ്. സ്വയം പഠന സഹായി. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ്, സ്കൂൾ ഓഫ് സയൻസസ്, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് സ്റ്റഡീസ്, ഹെൽത്ത് സയൻസസ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസസ്, അഗ്രികൾച്ചർ, ലോ, vocational education and training, interdisciplinary and transdisciplinary studies, gender and development studies, translation studies and training, performing and visual arts, tourism and hospitality service management, journalism and new media studies, foreign languages, extension and development studies, social work എന്ന് 21 സ്കൂൾ ഇഗ്നോയ്ക്ക് ഉണ്ട്. ആ സ്കൂളിൽ നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വച്ചിരിക്കണം. അങ്ങനെയുള്ള സ്കൂളുകളിൽ ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു ഉദാഹരണത്തിന് എടുക്കാം. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഉദാഹരണത്തിന് എടുക്കണമല്ലോ. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് എന്ന് കരുതുക. അതായത് BCom, BBA, MCom, MBA ഇതെല്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് ഈ പറയുന്ന സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ളതിലാണ്. അതിൽ ഏത് ലെവലിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിക്കും. BCom എന്ന് പറഞ്ഞാൽ ബാച്ചിലർ പ്രോഗ്രാം. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നമുക്ക് CBSന്റെ സർട്ടിഫിക്കറ്റിന്റെ ബിസിനസ് സ്കിൽ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഉണ്ട്, ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്, ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, PG മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ലെവലിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ലെവൽ അനുസരിച്ച് അപ്പൊ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞത് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണ് എങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ BCom കുട്ടികൾക്കുള്ള പുസ്തകമാണ് എടുക്കുന്നത്. ആ BCom പുസ്തകത്തിലെ ആർച്ചീവ്ഡ് ആണോ കറണ്ട് ആണോ എന്ന് ചോദിക്കും. ആർച്ചീവ്ഡ് ആണോ കറണ്ട് ആണോ എന്നുള്ളതിന് കൃത്യമായ ഉത്തരം നമ്മൾ നൽകിയിരിക്കണം. ആർച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, മുമ്പുള്ളത്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിലബസുമായി ബന്ധപ്പെട്ടത്. അതാണ് നമുക്ക് അവിടെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കറണ്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. സോ നമ്മളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം അനുസരിച്ച് നമ്മൾ അതില് ഈ ഗ്യാൻ ഘോഷിലേക്ക് പോയി, ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഈ ഗ്യാൻ ഘോഷിൽ പോയി അതിലെ കമ്മ്യൂണിറ്റീസ് അകത്ത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നമ്മൾ ഏത് സ്കൂളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിന് വേണ്ടി എടുക്കുന്നത്. ലെവൽസ് എന്ന് പറയുന്നു. അതിൽ ബാച്ചുലർ ഡിഗ്രി പ്രോഗ്രാം ആണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. ആർച്ചീവ്ഡ് ആണോ കറണ്ട് ആണോ എന്ന് ചോദിക്കും. അതിൽ കറണ്ട് നമ്മൾ എടുക്കുന്നു. അതിന്റെ അകത്ത് BCom
CA and A എന്നുള്ള കോഴ്സ് ഉണ്ട്, BCom റിറ്റെയിലിംഗ് BBA റിറ്റെയിലിംഗ് ഉണ്ട്, BCom ജനറൽ ഉണ്ട്, BCom AF ഉണ്ട്, BCom ഫിനാൻസ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉണ്ട്, സാധാരണ BCom ഉണ്ട്, BCom ഹിന്ദി ഉണ്ട്, BBA റിറ്റെയിലിംഗ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഏത് വേണം അത് ഫുള്ളായി നമുക്ക് കണ്ടന്റ് എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ BCom ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. BCom ഫസ്റ്റ് ഇയർ ആണോ, BCom സെക്കൻഡ് ഇയർ ആണോ, BCom തേർഡ് ഇയർ ആണോ എന്ന് നിങ്ങളുടെ അടുത്തേക്ക് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ BCom ഫസ്റ്റ് ഇയർ നമ്മൾ എടുത്തു. അതെല്ലാം തന്നെ സിപ്പ് റയറായി നമ്മളുടെ അടുത്തേക്ക് വന്നു. അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി സേവ് ചെയ്ത് വെച്ച് അതിനെ നമുക്ക് വിശദീകരിച്ച് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഏത് മേഖലയിലാണ് താങ്കൾ എടുക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് BComന് പകരം കറണ്ട് എന്നുള്ള മേഖലയിലെ MComന്റെ പുസ്തകം ഞാൻ താങ്കൾക്ക് എടുത്തു തരാം. അപ്പൊ MCom എന്ന് പറയുന്നതിന്റെ നമുക്ക് പഠിക്കാനുള്ള സംഭവം, MCom എന്നുള്ളത് നേരത്തെ നമ്മൾ ഏത് ലെവലിൽ വേണം എന്ന് ചോദിക്കും. അപ്പോൾ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം എന്നുള്ളതിൽ എടുക്കണം, കറണ്ട് എന്നുള്ള ലെവലിൽ എടുക്കണം. അതിൽ MCom ഹിന്ദി വേണോ, MCom ന്യൂ ഇംഗ്ലീഷ്, MCom ന്യൂ ഉണ്ട്, MCom പ്രീവിയസ് ഉണ്ട്, MBA ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഉണ്ട്, MBA ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഉണ്ട്, നോർമൽ MBA ഉണ്ട്, അതുപോലെ തന്നെ MBA OM ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്നുള്ളതുണ്ട്, അതിന്റെ ഹിന്ദി ഉണ്ട്, MA ആൻഡ് FS മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ് എന്നുള്ളതുണ്ട്, ഫിനാൻഷ്യൽ ആൻഡ് ടാക്സ് എന്നുള്ളതുണ്ട്. MCom ന്യൂ ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് എന്ന് കരുതുക. സെമസ്റ്റർ 1 വേണോ, സെമസ്റ്റർ 2 വേണോ, സെമസ്റ്റർ 3 വേണോ, സെമസ്റ്റർ 4 വേണോ എന്നുള്ളത് ചോദിക്കുന്നു. സെമസ്റ്റർ 1 എടുക്കുന്നു. അതിൽ MCO 1 വേണോ, 4 വേണോ, 5 വേണോ, 21 വേണോ എന്നുള്ളത് ചോദിക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് എന്താണോ നമുക്ക് ആവശ്യം അത് ഓരോ ബ്ലോക്ക് വൈസായി നമ്മളുടെ മുമ്പിലേക്ക് കിട്ടുന്നു. യൂണിറ്റ് വൈസായി നിങ്ങൾ ഒരു കാരണവശാലും ഡൗൺലോഡ് ചെയ്തെടുക്കരുത്, ബ്ലോക്ക് വൈസായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഓരോ രീതിയിലും നമ്മൾ പോയി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്, ഏത് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് സ്കൂളാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. നേരത്തെ ഒരു വ്യക്തി നമുക്ക് MSWന്റെ പുസ്തകം എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചതിന് ഞാൻ MSWന്റെ ഉത്തരമാണ് ഇനി നൽകുന്നത്. കൃത്യമായി നമ്മൾ പോവുക, ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ഇതിന് MSWനെല്ലാം നല്ല മനോഹരമായ റെഫറൻസ് മെറ്റീരിയൽ നമുക്ക് കിട്ടും കേട്ടോ. ഏറ്റവും നല്ല ടോപ്പ് റെഫറൻസ് മെറ്റീരിയൽ, നാമമാത്രമായ ഫീലാണ്. 12 തരം പ്രത്യേകതയുണ്ട് ആ റെഫറൻസ് മെറ്റീരിയലിന്. ഇഗ്നോ ബുക്സ് ബേസ്ഡ് ആണ്, ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ്, ഫുൾ കോഴ്സസ് കവേർഡ് ആണ്, സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിന്റെ അകത്തുണ്ട്, ചെക്ക് യുവർ പ്രോഗ്രസ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉണ്ട്, എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് അതിൽ കാണും, 100% അതർ പ്രോഗ്രസ് അതിലുണ്ടാവും, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷോർട്ട് നോട്ട്സ് ആൻഡ് ആൻസേഴ്സ് ഉണ്ടാവും, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് ഉണ്ടാകും, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ടാകും, ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുല കാണും, 100% സ്റ്റാൻഡേർഡും പാസ് അഷുറൻസസും ഉള്ളതാണ് ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കുക. SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമ്മളിപ്പോൾ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ളത് 21ാമത്തെ സ്കൂളാണ്. അതിലെ ലെവൽസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, മാസ്റ്റേഴ്സ് ഡിഗ്രി എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആർച്ചീവ്ഡ് ആണോ കറണ്ട് വേണോ എന്നുള്ളത് ചോദിക്കും. അതിൽ MSW ഉണ്ട്, ഹിന്ദി റിവൈസ്ഡ് ഉണ്ട്. MSW ഹിന്ദി, MSW റിവൈസ്ഡ്, MSWC എന്നുള്ളത് ഇതെല്ലാം തന്നെ സിപ്പ് ചെയ്ത് നമുക്ക് കിട്ടും. ഫുൾ കണ്ടന്റ് അതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. MSW ഇംഗ്ലീഷ്, MSWC ഫുൾ ആയിട്ടുള്ളത് സിപ്പ് ചെയ്ത് റയർ ചെയ്ത് ഒന്നിച്ച് നമ്മൾ എടുത്താൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ പുസ്തകങ്ങളും നമുക്ക് എടുക്കാം. ആകെ 16 MB അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. 16 MB ഒക്കെ നിങ്ങളുടെ മൊബൈലിൽ വളരെ ഗംഭീരമായി സൂക്ഷിച്ചു വെക്കാം. MSWന്റെ നമുക്ക് ആ പുസ്തകങ്ങൾ കൃത്യമായി നമുക്ക് ഇവിടെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. MSW ബുക്കുകളെ നമുക്ക് ഇവിടെ സൂക്ഷിച്ചു വെക്കാൻ ഞാൻ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. MSW ബുക്സുകളെ നമുക്ക് ബുക്സ് ഡൗൺലോഡ്, ഓക്കെ, ബുക്സ് ഡൗൺലോഡ് എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു.
ബുക്സ് ഇഗ്നോ ബുക്സ് എന്നുള്ളത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. ഇഗ്നോ SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഡൗൺലോഡഡ് എന്നുള്ള ഒരു ഫോൾഡറിലേക്ക് ഞാൻ ആക്കി വെക്കുന്നു. ആ ഫോൾഡറിലേക്ക് പോയി നമുക്ക് നമ്മുടെ സംഗതികൾ കൃത്യമായി അവിടെ MSW ഞാനിപ്പോൾ അവിടെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തത് എനിക്ക് നേരെ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അതിന് നമുക്ക് കിട്ടി. ഇത്രയും പെട്ടെന്ന് ആകെ 15.7 MB ഉള്ളൂ. അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഡൗൺലോഡ് ആയതിന് ഞാൻ മേലെ പോയി സിപ്പ് ആയതുകൊണ്ട് എക്സ്ട്രാക്ട് കൊടുക്കുന്നു. എക്സ്ട്രാക്ട് കൃത്യമായി കൊടുത്തു. എക്സ്ട്രാക്റ്റിൽ എനിക്ക് MSWന്റെ അത് മുഴുവനും എനിക്ക് എൻ്റെ അടുത്തേക്ക് കിട്ടി. എൻ്റെ ഫോൾഡറിൽ അത് കൃത്യമായി കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പരിശോധിക്കുന്നു. ഞാൻ എടുത്തത് ഇവിടെ എൻ്റെ SLM ഡൗൺലോഡഡ് എന്നുള്ള രൂപത്തിൽ MSW എന്നുള്ളതിൽ കൃത്യമായ എനിക്ക് എല്ലാ ബ്ലോക്കുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. MSW1 ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക്, MSW2 ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം, ബേസിക് സോഷ്യൽ സയൻസസ് കോൺസെപ്റ്റ്, സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം സൂപ്പർവിഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച്, കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് വർക്കിംഗ്, സോഷ്യൽ ഗ്രൂപ്പ് ഫോർ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, MSWE എന്നുള്ളത്. അപ്പൊ ഞാൻ പ്രാക്ടിക്കം എന്നുള്ളത് ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. MSW5 എന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. MSW5ന്റെ എല്ലാ ആശയങ്ങളും എൻ്റെ മുമ്പിൽ വളരെ എളുപ്പത്തിൽ എനിക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിലും തന്നെ താങ്കൾക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. വളരെ ചുരുങ്ങിയ ഫീസ് ഇഗ്നോ കോഴ്സ് ഫീസായി തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. അത് കൃത്യമായി സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്നുള്ള ഒരു പുസ്തകം എനിക്ക് എൻ്റെ മുമ്പിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അതിന് കോപ്പിറൈറ്റ് ഉള്ളതാണ്. മിസ്യൂസ് ചെയ്യരുത്, ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത്. അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയലും ഇതും വെച്ച് താരതമ്യം ചെയ്താൽ വളരെ ഭംഗിയായി താങ്കൾക്ക് 60% കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സാകാം. സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം കോൺസെപ്റ്റ്, മീനിങ്, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഗ്ലോബൽ ആൻഡ് നാഷണൽ സിനാരിയോ, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്, ഓറിയന്റേഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം, അങ്ങനെ മോഡൽസ് ആൻഡ് മോഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് സൂപ്പർവിഷൻ, administrative and environmental aspects, supportive functions in supervision, field practicum supervisions in distance learning mode, individual, family and community, medical, psychiatry and child care, education and research, correlation services, corporate sector, donor agencies and NGOs എന്നുള്ളതിന്റെ വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ പുസ്തകത്തിൽ ലഭ്യമാണ്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ താങ്കൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പുസ്തകങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ താങ്കൾ നിർബന്ധമായും എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഇതിലുള്ള ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇഗ്നോയുടെ പുസ്തകം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബേജാറാകരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഗ്നോയുടെ പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഓപ്പൺ എന്ന വാക്കിന്റെ അർത്ഥം അത് ക്ലോസ്ഡ് അല്ല എന്നാണ്, അല്ലാണ്ട് മാർക്ക് കുറഞ്ഞവരുടെ അത്താണി എന്നല്ല. പൊതുവെ നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഓപ്പൺ എന്ന് പറഞ്ഞാൽ മാർക്ക് കുറഞ്ഞവരുടെ ഒരു പരിപാടി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഓപ്പൺ എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആണ്. ഇന്ന് അവധി ദിവസം. ഈ അവധി ദിവസം നിങ്ങൾക്ക് കോളേജിൽ പോയാൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടുമോ? കോളേജിൽ പോയി അധ്യാപകരെ കാണാൻ പറ്റുമോ? ലൈബ്രറി എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടോ? ഡിസ്ട്രിക്ട് ലൈബ്രറി തുറന്നിട്ടുണ്ടോ? പക്ഷെ ഇഗ്നോ ഓപ്പൺ ആണ്. അതാണ് അതിന്റെ അർത്ഥം. ഓപ്പൺ. നിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, എവിടെയെല്ലാം ഇന്റർനെറ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുവോ അവിടെ ഇരുന്ന് താങ്കൾക്ക് ഇഗ്നോയിലെ പുസ്തകങ്ങൾ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ബിക്കോസ് ദോസ് ആർ കാൾഡ് ഓപ്പൺ. ഓപ്പൺ ആണ്. എല്ലാവർക്കും തുറന്നിരിക്കുന്നു എന്നാണ്. അടച്ചിട്ടില്ല, ക്ലോസ്ഡ് അല്ല എന്നുള്ളതാണ് ഓപ്പൺ എന്നുള്ള വാക്കിന് അർത്ഥം. അതുപോലെ തന്നെ താങ്കൾക്ക് നല്ല മാർക്ക് വേണോ, ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വേണോ, ഈ ഇഗ്നോയുടെ പുസ്തകത്തിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽസ് വെച്ച് വളരെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറേണ്ടതുണ്ട്. അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയലുടെ 12 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100% സ്റ്റാൻഡേർഡും പാസ് അഷുറൻസും ഉള്ളത്
പ്രധാനപ്പെട്ടതാണ്. ഈസി കാൽക്കുലേഷൻ ഫോർമുലാസും മെത്തേഡ്സും അതിൽ പരിചയപ്പെടുത്തുന്നു. ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സും അതിന്റെ അകത്തുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് അതിന്റെ അകത്തുണ്ട്. ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ വൈസ് അറ്റ് എ ഗ്ലാൻസ് അത് നമുക്ക് നൽകുന്നു. 100% അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്കത് നൽകുകയാണ്. എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് അതിൽ റിപ്പീറ്റ് ചെയ്ത് പറയും. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം നമുക്ക് അതിൽ കിട്ടും. സോൾവ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അതിൽ കിട്ടും. ഫുൾ കോഴ്സസ് കവേർഡ് ആണ്. ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ്. പരിപൂർണമായും ഇഗ്നോ ബേസ് ചെയ്തിട്ട് തയ്യാറാക്കിയതാണ്. ഇഗ്നോയിലെ പ്രഗത്ഭരായ അധ്യാപകർ തയ്യാറാക്കിയതാണ് ഈ പുസ്തകങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഈ പുസ്തകം താങ്കൾക്ക് ലഭ്യമാകാൻ, അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽ ലഭ്യമാകാൻ, ഇഗ്നോയിലെ അഡ്മിഷൻ നേടാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വിവിധ ഗൂഗിൾ ഫോമുകൾ പൂരിപ്പിച്ചാൽ താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിലായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.